16 ഡിസംബറിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയ, ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഞാനിങ്ങനെ ട്രേഡ് ചെയ്യാമെന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പം നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് 24,705 താഴേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് നാളത്തെ ദിവസം മാർക്കറ്റ് ആദ്യം ഇതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ ഞാൻ അപ്സൈഡിലേക്കുള്ള ട്രേഡ് ആയിരിക്കും നോക്കുക. 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് അപ്സൈഡിലുള്ള ട്രേഡ് ആയിരിക്കും. 1 മിനിറ്റിൽ ഒരു ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ അപ്സൈഡിലായിരിക്കും ഞാൻ എടുക്കുക. ഇനി ഇൻ കേസ് മാർക്കറ്റ് നാളെ ഓപ്പൺ ആവുന്നത് 24,882 മുകളിലാണെങ്കിൽ ഞാൻ നാളെ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് താഴേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഓക്കെ, അതാണ് എൻ്റെ നാളത്തെ ഇനീഷ്യൽ ട്രേഡ് പ്ലാൻ. ഫസ്റ്റ് ട്രേഡ് അതായിരിക്കും. ഓക്കെ, ആ ഒരു ട്രേഡിൽ SLO ടാർഗറ്റ് വന്നതിന് ശേഷമാണ് സെയിം ഡേ അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻ കേസ് മാർക്കറ്റ് ഇതിൻ്റെ സെൻറ്ററിലാണെങ്കിൽ അന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 53,320 താഴേക്ക് മാർക്കറ്റ് ആദ്യം വരികയാണെങ്കിൽ ഞാൻ അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനിയല്ല 53,945 മുകളിലേക്ക്, അതായത് 54,000 കൂടെയൊക്കെ ടാപ്പ് ചെയ്യുമ്പോൾ എടുക്കുകയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. 54,000 മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഡൗൺ സൈഡിലേക്കായിരിക്കും ഇനീഷ്യൽ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇതാണ് 16th ഡിസംബറിനുള്ള എൻ്റെ ട്രേഡ് പ്ലാൻ. ഓക്കെ, താങ്ക് യു.